വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണത്. അതേപോലെ നല്ല ടേസ്റ്റുള്ളൊരു ചിക്കൻ കറിയാണ്. തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. പുട്ട്, ചപ്പാത്തി, പൊറോട്ട, ചോറ്, അതേപോലെ ഫ്രൈഡ് റൈസ് അല്ലെങ്കിൽ സാദാ ചോറ് ഏതിലേക്കും മാച്ചായിട്ടുള്ള ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണത്. കറി റെഡിയാക്കാനായിട്ട് ഒരു 3/4 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു ഉരുളക്കിഴങ്ങ്, 3 വലിയ ഉള്ളി കട്ട് ചെയ്തതാണത്. ഇതിൽ 2 വലിയ ഉള്ളി കട്ട് ചെയ്തത് കറിയിലേക്ക് എടുക്കണുള്ളൂ. ബാക്കി എനിക്ക് വേറൊരു ആവശ്യത്തിനുള്ളതാണ്. ഒരു തക്കാളി, കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത്, കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില, ഒരു 4 പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട്. ഇനി കറി റെഡിയാക്കാനായിട്ട് ഒരു പാത്രം സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിലോ വെളിച്ചെണ്ണ ഏത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കുക. അത് മുഴുവൻ ഉള്ളി ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. ഞാൻ ഒരു 2 ഉള്ളിയോളം എടുത്തിട്ടുള്ളൂ. ബാക്കി എനിക്ക് വേറൊരു ആവശ്യത്തിന് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഉള്ളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കുക. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പേസ്റ്റിലേക്ക് നല്ലത് ചതച്ചത് ഇട്ട് കൊടുക്കുന്നതാണ്. ഇനി ഇത് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അത്യാവശ്യം കളറൊന്ന് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായിട്ട് തന്നെ വരണം. എങ്കിലേ ചിക്കൻ കറിക്ക് ഒരു കളറ് വരുള്ളൂ. ഇത് കളറെല്ലാം ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കനെ ഇട്ട് കൊടുക്കാം. ഈ സമയത്തെല്ലാം സ്റ്റവ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് ഇട്ട് കൊടുക്കുക. ചിക്കനെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഒത്തിരി അങ്ങോട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കരുത്. അപ്പോൾ കറിക്ക് ഒത്തിരി അങ്ങോട്ട് മഞ്ഞ കളറായി പോവും. ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനൊന്നും കൂടി മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി തക്കാളി ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇനി അടച്ച് വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഉരുളക്കിഴങ്ങ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല. ചിക്കനൊരു പകുതി വേവാകുമ്പോഴാണ് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുന്നത്. ഒത്തിരി അങ്ങോട്ട് ആദ്യം തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ചിക്കനിൽ നിന്ന് എന്തായാലും കുറച്ച് വെള്ളം വരും. അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം ഒന്ന് മുങ്ങിക്കിടക്കുന്ന പരുവത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കാം. പിന്നീട് വെള്ളം വേണമെങ്കിൽ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു പകുതിയോളം വേവായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ സമയത്തൊക്കെ ഉപ്പ് വേണമെങ്കിൽ ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് വേണം മിക്സ് ചെയ്തിട്ട് എടുക്കാനായിട്ട്. ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു 10 മിനിറ്റൊക്കെ ഒന്ന് അടച്ചു വെച്ചാൽ മതി. അപ്പോഴത്തേനും ഉരുളക്കിഴങ്ങും ചിക്കനൊക്കെ വെന്ത് നല്ല റെഡി ആയിട്ട് വരും. അപ്പോൾ അത് ഉരുളക്കിഴങ്ങും ചിക്കനൊക്കെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് തന്നെ എടുത്തുള്ളൂ. അപ്പോഴത്തേന് വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. അതേപോലെ വെള്ളം ഒത്തിരി ആദ്യം വെള്ളം ഒഴിച്ചു കൊടുക്കാതെ തന്നെ ചിക്കനെ വേവിക്കണം. കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ആദ്യം തന്നെ ചിക്കൻ ഇടുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇതേപോലെ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാതിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഉരുളക്കിഴങ്ങെല്ലാം വെന്തുടഞ്ഞു പോകും. കഷ്ണമായിട്ട് ഇതേപോലെ കിട്ടില്ല. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് ടിന്നിൽ വാങ്ങിച്ചിട്ടുള്ള തേങ്ങാപ്പാലാണ്. നിങ്ങൾക്ക് ഫ്രഷായിട്ടുള്ള തേങ്ങ ഉണ്ടെങ്കിൽ അതിൻ്റെ ഫ്രഷായിട്ട് തേങ്ങാപ്പാൽ എടുത്തിട്ട് അങ്ങനെയും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 1-ാം പാൽ ഇപ്പോൾ ലാസ്റ്റ് ഒഴിക്കാനായിട്ട് മാറ്റി വെച്ചിട്ട് 2-ാം പാൽ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് പകരമായിട്ട് നിങ്ങൾക്ക് 2-ാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിൽ ചിക്കൻ ഇട്ടിട്ട് വേവിച്ചെടുക്കാം. അതാണ് കുറച്ചും കൂടി നല്ല ടേസ്റ്റ്. ഇവിടെ തേങ്ങ കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് കൂടുതലും തേങ്ങാപ്പാൽ തന്നെയാണ് വാങ്ങിക്കാറ്. ഇതേപോലെ ടിന്നിൽ വരുന്നത്. അപ്പോൾ നല്ല തിക്കായിട്ട് തന്നെ കറി വന്നിട്ടുണ്ട്. ഈ തേങ്ങാപ്പാൽ ഒഴിച്ചാലും നല്ല തിക്കായിട്ട് തന്നെ വരും. ഈ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ പിന്നെ ഒത്തിരി നേരം ഇട്ടിട്ട് ഇതിനെ തിളപ്പിക്കരുത്. ഫ്രഷ് തേങ്ങാപ്പാലാണെങ്കിൽ നമുക്കിട്ട് തിളപ്പിക്കണോണ്ട് കുഴപ്പമില്ല. ഈ തേങ്ങാപ്പാൽ ഒത്തിരി അങ്ങോട്ട് തിളപ്പിക്കാതിരിക്കുക നല്ലത്. അതേപോലെ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഒത്തിരി വെള്ളം ആദ്യം ഒഴിച്ചു കൊടുത്തിട്ട് ചിക്കൻ കറി വെക്കരുത്. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേവിച്ചെടുക്കുക. പിന്നീട് വെള്ളം നമുക്ക് കുറച്ച് കട്ടി കൂടുതലാണെങ്കിലും തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ എല്ലാവരും മസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം.
ഷെയർ ചെയ്യണം. അതേപോലെ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് ചെയ്തേക്കണേ.